بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ഒരു ദിനം ഒരു ആയത്ത് എന്ന പേരിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പഠന പരിപാടി 18 സൂറത്തുകൾ പിന്നിട്ട് ഖുർആനിൻ്റെ 19ാമത്തെ സൂറത്തായ സൂറത്തു മറിയമിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തു മറിയം ഇറങ്ങുന്നത് സൂറത്തുൽ കഹ്ഫിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അഥവാ മക്കയിൽ വലിയ പീഡനങ്ങളും എതിർപ്പുകളും ഒക്കെ സത്യവിശ്വാസികളുടെ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയും നേരിട്ട് കൊണ്ടിരുന്ന സന്ദർഭത്തിൽ, കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 5ാം കൊല്ലത്തിൽ നടന്ന, അല്ലെങ്കിൽ 5ാം കൊല്ലം മുതൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്ന അബീസീനിയൻ ഹിജ്റ, നജ്ജാഷിയുടെ അബീസീനിയയിലേക്കുള്ള ഹിജ്റയുടെ മുമ്പായിട്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ആ സ്ഥിരീകരണത്തിൻ്റെ കാരണം, അബീസീനിയയിലേക്ക് ഹിജ്റ പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കുകളുടെ ദൂതനായിട്ട് എത്യോപ്യയിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെയും നജ്ജാഷി രാജാവിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക്, മറിയം ബീവിയെക്കുറിച്ചും ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇവരുടെ അഭിപ്രായം എന്താണെന്നൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് രാജാവിനോട് പറയുകയാണ്. അതിന് മറുപടിയായിട്ട് പിറ്റേന്ന് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ളവരുമായി കൂടിയാലോചിച്ചിട്ട് സൂറത്തു മറിയം ഓതിക്കൊടുക്കുകയും അത് നജ്ജാഷി വളരെ സന്തോഷത്തോടുകൂടി മനസ്സിലാക്കുകയും കരയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ദീനിനെയും തിരിച്ചറിയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിലാണ് അത് കലാശിച്ചത്. അവിടെ ഓതിക്കൊടുത്ത സൂറത്ത് ഇതായതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഇറങ്ങിയതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെയാണ് മുഫസ്സിറുകൾ ഈ സൂറത്തിൻ്റെ കാലം നിശ്ചയിച്ചിട്ടുള്ളത്. സൂറയുടെ പ്രമേയം, മക്കയിൽ ഇറങ്ങിയ മിക്കവാറും സൂറകളുടെയൊക്കെ പ്രമേയം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നത് കൂടുതൽ ജനഹൃദയങ്ങളിൽ അരക്കിട്ടുറപ്പിക്കുക എന്നത് തന്നെയാണ് ഈ സൂറത്തിൻ്റെയും മുഖ്യ ചർച്ചാ വിഷയം. എന്നാൽ സൂറത്തുൽ കഹ്ഫിൻ്റെ തൊട്ടുടനെയാണ് ഇത് മുസാഫിലുള്ളത്. സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാവുന്നതുപോലെ വളരെയധികം ദിശാബോധം നൽകുന്നതും അതുപോലെ മോട്ടിവേഷൻ നൽകുന്നതുമൊക്കെയായ 4 കഥകളാണ് സൂറത്തുൽ കഹ്ഫിൻ്റെ ഉള്ളടക്കം. എന്നതുപോലെ വലിയ തിരിച്ചറിവ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 2 കഥകൾ ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വരുന്നത് കാണാൻ കഴിയും. അതിലൊന്ന്, അത്ഭുതകരമായി സക്കരിയ അലൈഹിസ്സലാമിൻ്റെ കുട്ടിയായിട്ട് യഹ്യ ജനിക്കുന്നതിൻ്റെ കഥയാണ്. വൃദ്ധനായ സക്കരിയയ്ക്ക് വന്ധ്യയായ ഭാര്യയിൽ അത്ഭുതകരമായ ജനനം ആണ് സക്കരിയ അലൈഹിസ്സലാമിൻ്റെതുള്ളത്. അതുപോലെ മറ്റൊരു അത്ഭുതമായിട്ട് പിതാവ് തന്നെ ഇല്ലാതെ ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനം. ഇത് രണ്ടും ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് രണ്ടും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ആദ്യം കാണിക്കുന്ന ഒരു അത്ഭുതം, അത് നടക്കാമെങ്കിൽ ഇതും നടക്കാമെന്ന് തോന്നുന്ന തരത്തിലാണ് രണ്ടാമത്തെ അത്ഭുതമായ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജനനം വരുന്നത്. വന്ധ്യയായ സക്കരിയാക്ക്
വന്ധ്യയായ പെണ്ണിന് വൃദ്ധനായ പുരുഷനിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകാമെങ്കിൽ അത് അള്ളാഹുവിന് സാധിക്കുന്നതാണെങ്കിൽ പിതാവ് തന്നെ ഇല്ലാതെയും സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആദ്യ കഥ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് രണ്ടാമത്തെ ഈസാ അലൈഹി സ്വലാമിൻ്റെ ജനന കഥ. ഈ സൂറത്തിന് മറിയം എന്ന് പേര് വന്നതിലുമുണ്ട് ഒരു കൗതുകം. പരിശുദ്ധ ഖുർആനിലുള്ളതുപോലെ മറിയമിനെ കുറിച്ച് വിശദമായി നല്ല നിലയിൽ മനസ്സിലാക്കുന്ന ഒരു അധ്യായം ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ പോലും ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. അവർക്ക് പോലും മറിയമിനെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ വായിക്കണം എന്നതാണ് സ്ഥിതി. സൂറത്തിന് മറിയം എന്ന് പേരിടാൻ കാരണവും അതുതന്നെയാണ്. അഥവാ ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും നോട്ടഡ് ആയത് മറിയം ബീവിയുടെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്നു എന്നതാണ്. അവരുടെ കുഞ്ഞുനാൾ മുതൽ അല്ലെങ്കിൽ അവരുടെ ജനനം മുതൽ ഈസാ അലൈഹി സ്വലാമിന് ജനനം നൽകുന്നത് വരെയുള്ള കാലം വളരെ സൂക്ഷ്മമായി ഓരോ വാക്കിലും ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉൾച്ചേർത്ത് വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ കഥ പറയുന്നത്. സൂറത്തു ആല ഇംറാനിലും അത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. മൂസാ അലൈഹി സ്വലാമിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന ജൂതന്മാർ ഈസാ അലൈഹി സ്വലാമിൻ്റെ മാതാവിനെക്കുറിച്ച് അപഖ്യാതം പറയുന്ന സ്ഥിതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിൻ്റെ മുമ്പും ശേഷവും ഒക്കെ ലോകത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈസാ അലൈഹി സ്വലാമിനെ ജാരസന്തതി എന്ന് വിളിക്കുന്ന ആളുകളാണ് ജൂതന്മാർ. എന്നാൽ മുസ്ലിങ്ങളും ഇസ്ലാമും അങ്ങനെയല്ല മറിയം ബീവിയെയും ഈസാ നബിയെയും കാണുന്നത് എന്നും അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവുമൊക്കെ ജൂതന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും, അതുപോലെ ആ കാലത്തും ഇക്കാലത്തും വേദക്കാരിൽ പ്രബല കക്ഷിയായ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും ഈസാ അലൈഹി സ്വലാമിൻ്റെ യഥാർത്ഥ അനുയായികളായ വിശ്വാസികളെ, ഇപ്പോഴുള്ളത് യഥാർത്ഥ അനുയായികളല്ലല്ലോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, ആ യഥാർത്ഥ അനുയായികളെ ഇസ്ലാമിലെത്തിക്കുന്ന, ഇസ്ലാമിലേക്ക് നയിക്കുന്ന, അവർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലൊക്കെയാണ് മറിയം ബീവിയുടെ കഥ പറയുന്നത്. അതോടുകൂടി ജൂതന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഈസായോടും മറിയമിനോടും പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നത് ഈസാ നബിയുടെ യഥാർത്ഥ അനുയായികൾക്ക് വളരെ വേഗം മനസ്സിലാകുന്നൊരു കാര്യമാണ്. അങ്ങനെ അവരൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാക്കുകയും പിന്നീട് ക്രിസ്തുമതം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ചൻപോൾ ഉണ്ടാക്കിയ മതമായി നിലനിൽക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ തിരിച്ചറിവുണ്ടാക്കി തരുന്ന ഒരധ്യായം, മറിയം ബീവിയെക്കുറിച്ച് വ്യക്തത വരുത്തുന്ന ഒരധ്യായം, ഒരു സൂറത്ത് എന്ന നിലയിലാണ് ഈ സൂറത്തിന് മറിയം എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാക്കി സൂറയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ നമുക്ക് പറയാവുന്നതാണ്. അബിസീനയിലേക്കുള്ള ഹിജ്റയെ പരാമർശിക്കുന്നുണ്ട് മുഫസ്സിറുകൾ എല്ലാവരും ഈ സൂറത്തിൻ്റെ ആമുഖത്തിലൊക്കെ. കാരണം അതിൽ ഇത് ഓതിക്കൊടുക്കുന്നതോടുകൂടിയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നജ്ജാഷിയുടെ ഇസ്ലാം സ്വീകരണത്തിലേക്ക് സംഗതികൾ പുരോഗമിക്കുന്നത് എന്ന് കാണാൻ കഴിയും. സൂറത്തുൽ കഹ്ഫിനെ പോലെ തന്നെ സത്യവിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട് ഈ സൂറത്തും. അഥവാ അള്ളാഹു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുപോലെ ജൂതന്മാരുടെ കടുത്ത എതിർപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മക്ക മുശ്രിക്കുകളെ ഇസ്ലാമിനെതിരെ തിരിച്ചുവിടുന്നത് പോലും ജൂതന്മാരാണല്ലോ. ആ ജൂതന്മാരുടെ കടുത്ത എതിർപ്പിന് ഇരയായ ഈസാ അലൈഹി സ്വലാമും അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരുടെ സമൂഹവും ലോകത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കാഴ്ച കാണുന്ന കാലത്താണ്, വിശ്വാസികൾ കാണുന്ന കാലത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. അതിലൂടെ ഒരു പ്രതീക്ഷ കൈവരികയാണ്. ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഈസാ അലൈഹി സ്വലാം തൻ്റെ ദൗത്യം നിർവഹിച്ചപ്പോൾ
വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണ് ജൂതന്മാർ ചെയ്തത്. പക്ഷെ എന്നിട്ട് ആ നിഷേധിച്ച ജൂതന്മാരെവിടെ? അവർ നിന്ദ്യരും നികൃഷ്ടരുമായിട്ട് അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രമായിട്ട് ജീവിക്കുന്നു. അതേസമയത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ അംഗീകരിച്ച ആളുകൾ അവർ ലോകം തന്നെ നിയന്ത്രിക്കുന്ന വലിയ ശക്തിയായി നിലകൊള്ളുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൃപയും അവൻ്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ഞങ്ങളെയും കാത്തിരിക്കുന്നത് അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാവുന്ന വിധമാണ് ഈ സൂറത്തുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു കൂസലുമില്ലാതെ ആശയപരമായി ഇത് നജ്ജാശിയുടെ മതക്കാർക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാതെ സൂറത്തു മറിയം നജ്ജാശിക്ക് ഓതിക്കൊടുക്കാൻ ജാഫർ ബിൻ അബി താലിബിനെയും കൂട്ടരെയും പ്രേരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് ഖുർആനിൻ്റെ ഒരു പ്രചരണം എന്ന പുണ്യം നേടുവാൻ, ഖുർആനിന് അള്ളാഹുവിൻ്റെ ദീനിനും അവൻ്റെ കിതാബിനോടും ഗുണകാംക്ഷയും പ്രകടിപ്പിക്കുവാനും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനുമൊക്കെ ഈ സൂറ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ലിങ്കുകൾ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കുമൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും സാധിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ മുതൽ നമുക്ക് ആയത്തുകളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.